ഹായ് ഗൈസ്, ഇന്ന് പെരുന്നാളാണ്. അയ്യോ, ഇന്നല്ല, നാളെയാണ് പെരുന്നാൾ. ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെരുന്നാൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾക്ക് പിറ്റേ ദിവസം തൊട്ട് എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. 12 മണിയാവാറായി. മൈലാഞ്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ നാളെ മുടി നനയ്ക്കുന്നില്ല, കാരണം മുടി ഇന്ന് ഞാൻ ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ പിന്നെ ഞാൻ കെട്ടി വെച്ചു. പിന്നെ മുടി ജടപിടുത്താൻ പോലും ഒന്നും ചെയ്യാൻ പോലും. ആദ്യം തന്നെ നമുക്കൊന്ന് മുടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ മുടിയൊക്കെ ഒന്ന് ജട കളഞ്ഞ് സെറ്റ് ചെയ്യാം. അയ്യോ, പിന്നെ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യണത് പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും. എനിക്കറിയില്ല എപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇടുന്നതായിരിക്കും. എന്നെ നിങ്ങൾ വളഞ്ഞിട്ടാല കാണണത്. ഇത് ട്രൈപോഡ് ഒടിഞ്ഞിട്ടുണ്ടായി. അപ്പം അത്തതൊന്നും എങ്ങനെങ്ങാണ്ടൊക്കെ റിപ്പയർ ചെയ്തിരുന്നു. ഇത് വീണ്ടും ഇപ്പോൾ വളഞ്ഞ് പോന്നേക്കാണ്. മുടി എന്തായാലും നമുക്ക് ജടകളെ അങ്ങനെ ഞാൻ എനിക്ക് കാണുന്ന പെരുന്നാളാണ് വലിയ പെരുന്നാൾ. ഇപ്പം എനിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ 7 മണിയായി. 7 മണിക്ക് ഞാൻ കുളിക്കാനുള്ള കറണ്ട് ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെയാണ്, പുറത്ത് നല്ല മഴയൊക്കെ പെയ്തൊക്കെയാണ്. അപ്പോൾ പച്ചവെള്ളത്തിൽ കുളിക്കാൻ മടിയാണ്. അപ്പോൾ ഇവിടെ ചൂടുവെള്ളം എടുക്കണമെങ്കിൽ കറണ്ട് വരണം. അതായത് കറണ്ട് ഹീറ്ററിൽ നിന്നാണ് ചൂടുവെള്ളം എടുക്കാറ് ഞങ്ങളിവിടെ. അതുകൊണ്ട് ഹീറ്ററില്ല. അപ്പോൾ കറണ്ട് വന്നാലാണ് കുറേ പണികൾ ചെയ്യാൻ പറ്റൂ, മിക്സ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ കുറേ പരിപാടികളൊക്കെ കറണ്ട് വരണം. കറണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കുളിക്കാൻ പോകും. കറണ്ട് വന്നു. ഞാനിനി പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. അപ്പോൾ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യില്ല. ചിലപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടും, പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റാക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ ഒരു ഇതിൽ പിടിക്കണത് വേറെ ഒന്നുമല്ല, കാരണം നമുക്ക് ഷോർട്സ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഇടാന്ന് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് റെഡി ആവാം. ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു UV ടെക്കിൻ്റെ ഈ ഒരു സ്നോ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. തലയിൽ സൺസ്ക്രീനാണ്. പോൺസിൻ്റെ ഈ ഒരു ടാൽക്ക് ആൻഡ് പൗഡർ, ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനറാണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത്. വെറുതെ റിസ്ക് എടുക്കണ്ട, കണ്ണാടി പോയി നിന്ന് ഐലൈനർ എഴുതാം. ഈ കണ്ണ് എനിക്കിഷ്ടം. ഈ കണ്ണ് കൊളവായി ഗൈസ്, ഇനി തുടച്ചാൽ ശരിയാവില്ല. ലോട്ടസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് വെൽവെറ്റ് 05 യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലഷ് ഇടാം. കുറച്ച് ബ്ലഷ്, കുറച്ച് ഹിമാലയയുടെ ഈ ഒരു ലിപ് ബാം. ടച്ചപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നാണ് ഇതൊക്കെ ഇടേണ്ടത്. നമ്മൾ പണ്ടേ സിമ്പിളാണ്, അതുകൊണ്ട് ഈ ഒരു മാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പത്തിരിയും ചിക്കൻ കറിയും കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള പത്തിരിയും ചിക്കൻ കറിയാണ്. കൂടെ കട്ടനും ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ദാദിമാടെ വീട്ടിലോട്ട് പോകും കേട്ടോ. ഞാൻ എൻ്റെ ദാദിമാടെ വീട്ടിൽ നിന്ന് ഇപ്പം തിരിച്ചു വന്നു. ഇവിടെ ബിരിയാണിയുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. സവോള എല്ലാം വറുത്ത് പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇതാക്കി
ചോറ് ദമ്മിടാണല്ലേ? ഹായ് പറഞ്ഞമ്മ. അപ്പൊ ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടതാ, ടീഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ട്. കാരണം ഇപ്പം അത് കുറച്ച് ചൂടെടുക്കണ ടൈപ്പ് ഡ്രസ്സാണല്ലോ. അപ്പോൾ ഇനി വല്യമ്മാനെ കാണാൻ പോകുമ്പോൾ പോയിട്ടിടാം. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി. ഇനി വല്യമ്മാനെ കാണാൻ പോകുമ്പോൾ മുടിയൊക്കെ മര്യാദയ്ക്ക് കെട്ടിപ്പോവാം. മുട്ടയില ഞാനിവിടെ തൊണ്ട് കളഞ്ഞ് 4 വെച്ചിട്ടുണ്ട്. ഇവിടെ സലാഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി. പാത്രമൊക്കെ കഴുകുന്നുണ്ട്. എല്ലാവരും പല പല പണിയിലൊക്കെയാണ്. എനിക്കിപ്പോൾ വലിയ റോഡുകളൊന്നുമില്ല. ഞാൻ പുഴുങ്ങിയ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെ വല്ല ആവശ്യത്തിന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോണത് കുറച്ച് നേരം ഗെയിം കളിക്കും. കബഡി റോബ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, അത് കളിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യും. ഇലയൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇതാ മുട്ട പുഴുങ്ങിയത് ഇതേല 4 പേർക്ക് വിരിച്ചിട്ടുണ്ട്. അമ്മ അവിടെ എന്താ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അമ്മ അതെ ബിരിയാണി വിളമ്പാണ്. ഹായ്, കണ്ടിട്ട് ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നു. അല്ല, എനിക്കിപ്പോ തിന്നാൻ കേട്ടോ. ഇതൊക്കെ ഉണ്ടെന്ന് കാട്ടിത്തരാം. പപ്പടം വറുത്തതുണ്ട്, മുട്ടയുണ്ട്, മുട്ട പുഴുങ്ങിയത്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ചിക്കൻ കാല് വറുത്തതുണ്ട്. ഒരു കാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, സലാഡ് ഉണ്ട്. നമുക്ക് കഴിക്കാം കേട്ടോ. ആദ്യം സലാഡും ചിക്കനൊരു കഷ്ണമൊക്കെ എടുത്ത് വെച്ച്, വറുത്തേന്നൊരു കഷ്ണം എടുത്ത് വെച്ച് പപ്പടവും വെച്ച് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാട്ടാ. എൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞുട്ടാ. ഇനി നമ്മൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. അതുവരെ ഞാൻ ഇവിടെ കുറച്ച് നേരം കിടന്നുറങ്ങിയ, അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കും. ഗൈസ്, നമുക്ക് ഇനി വല്യമ്മയുടെ വീട്ടിൽ പോവാം കേട്ടോ. അപ്പം ഞാനിനി ഡ്രസ്സ്, നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ് ഇടാം. പിന്നെ കുറച്ച് എന്തെങ്കിലും ടച്ച് വർക്കൊക്കെ എന്തെങ്കിലും മോത്ത് ചെയ്തിട്ട് നമുക്ക് വല്യമ്മയുടെ കണ്ടു പോവാം. ഗൈസ്, നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ ഇറങ്ങാണ്. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഗൈസ്, നമ്മൾ വല്യമ്മയുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ. കുറച്ച് റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗൈസ്. ഇവിടെ പെരുന്നാളായതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പതിയെയാണ് ഗൈസ് സംസാരിക്കണത്. എനിക്ക് മൂത്തമ്മ 2 ടൈപ്പ് ഐസ്ക്രീം തന്നു. ഒന്ന് ഇതേപോലത്തെ ഐസ്ക്രീം, ഒന്ന് ഈ ചോക്കോബാറും. ഇറങ്ങാണ് ഗൈസ് ഇവിടെ നിന്ന്. നീ ഗേറ്റിന്റെ മുകളിൽ നിൽക്കുന്നേ. അയ്യോ ക്യൂട്ട് ക്യൂട്ടിപ്പോയി. എൻ്റെ അമ്മ പൂച്ച നോക്കുന്നുണ്ട് ഞാൻ തൊട്ടപ്പോൾ. അതുകൊണ്ട് ഞാൻ അധികം തൊടുന്നില്ല. ബൈ, സീ യു. ഞാൻ വല്യമ്മയുടെ അവിടെ നിന്ന് തിരിച്ചു വന്നതാണ്. ഇനി വീട്ടിലേക്കാണ് കേട്ടോ നേരെ. ഗൈസ്, നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നൈറ്റ് ഡിന്നർ കഴിക്കും. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരമൊക്കെ TV കണ്ട് നേരം ഞാൻ കിടന്നുറങ്ങാൻ പോവും. അപ്പം അത്ര തന്നെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഈദ് ഡേ എന്ന് പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു വീഡിയോക്ക് 10K വ്യൂസ് അടിച്ചിട്ടുണ്ടായി. അതേപോലെ തന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ഇടണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ടൈപ്പ് എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഇടാൻ നോക്കാം കേട്ടോ. വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.